പത്തനംതിട്ട ചെങ്ങറയിൽ കടുവ ഭീതി ഒഴിയുന്നില്ല. വീട്ടുമുറ്റത്തിറങ്ങാൻ പോലും ഭയന്ന് ജനങ്ങൾ വീടിനുള്ളിൽ കഴിയേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട് ഭയന്നോടിയ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റ സംഭവത്തിൽ വനം വകുപ്പ് മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. പത്തനംതിട്ട ചെങ്ങറ നിവാസികൾ ഇപ്പോൾ ജീവിക്കുന്നത് കടുത്ത ഭീതിയിലാണ്. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാനോ പുലർച്ചെ ജോലിക്ക് പോകാനോ കഴിയാത്ത വിധം വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ചെങ്ങറ ഭാഗത്ത് ടാപ്പിങ്ങിനിടെ കടുവയുടെ മുന്നിൽപ്പെട്ട വീട്ടമ്മയായ മിനിക്ക് ഭയന്നോടുന്നതിനിടെ കുഴിയിൽ വീണ് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെളുപ്പിന് 5:30 ആയപ്പോൾ ഞങ്ങൾ വെട്ടാൻ ഇറങ്ങിയതാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ വരുമ്പോൾ ഞാൻ ലൈറ്റ് ഇവിടെ വന്നപ്പോൾ ലൈറ്റ് അങ്ങോട്ട് അടിച്ചപ്പോൾ ഈ സാധനം ആ റോഡിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ലൈറ്റ് അടിച്ചപ്പോൾ അത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് കിടാവോ വല്ലതും ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അനങ്ങാൻ പോയില്ല. എന്നിട്ട് ലൈറ്റ് കെടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചപ്പോൾ അത് ഒന്നുകൂടി ചാടി ഇങ്ങി വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഓടിക്കുമെന്ന് പറഞ്ഞു. ഓടി അവൾ ഈ കുഴിക്കകത്ത് വീണ് നെഞ്ചിടിച്ച് ഇവിടെ ഇടിച്ച് വീണ് ഞാൻ അവളെയും പൊക്കി എടുത്തുകൊണ്ട് ഓടുമായിരുന്നു. കൈക്ക് പരിക്കേറ്റ മിനിയെ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് 5:30 ആയപ്പോൾ ഇവിടുന്ന് വാണിക്കായിട്ട് ഇറങ്ങി പോകുമായിരുന്നു. അന്നേരം അവിടുന്ന് ഇങ്ങോട്ട് അവിടെ ഒരു വഴിയുണ്ട്, ആ റോഡിൽ കൂടെ ഇങ്ങോട്ട് നടന്നു വരുമായിരുന്നത്. അന്നേരം ഞാനും എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു. അന്നേരം അവർ പറഞ്ഞത് കടുവയാന്ന്. അന്നേരം ഞങ്ങൾ പിന്നെ ഓടി വഴിക്ക് ഞാൻ ഒരു കുഴിക്കകത്ത് വന്ന് വീണ്. അങ്ങനെ ഞാൻ മലനടിച്ച് വീണു, കൈക്ക് പൊട്ടലായിരുന്നു. 2 ദിവസം മുൻപും ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കുമ്പഴ എസ്റ്റേറ്റിൽ കടുവയെ കണ്ട് ഭയന്നോടിയ ടാപ്പിംഗ് തൊഴിലാളിക്ക് വീണ് പരിക്കേറ്റിരുന്നു. തുടർച്ചയായി വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. എന്തായെന്ന് പറഞ്ഞാലും തൊഴിലാളികളെല്ലാം ഭീതിയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പം പറയുന്നത്, ഞങ്ങൾ ട്രേഡ് യൂണിയൻ്റെ എല്ലാ യൂണിയൻ്റെ ആൾക്കാർ പറയുന്നത്, നമ്മൾ എല്ലാവരും പലർന്ന് ജോലിക്ക് ഇറങ്ങുക, ടാപ്പിങ്ങാർ അതുപോലെ ഒന്നിച്ച് കൂട്ടം കൂടി വരിക. ഒറ്റപ്പെട്ട് വരുമ്പോൾ ഒരാളെ പിടിച്ച് ആരും അറിയത്തില്ല, ഇപ്പം കാട്ടിനകത്ത് കിടന്നാൽ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൂട്ടം കൂടി വരിക. നമ്മൾ ഫീൽഡ് ഓഫീസറോടും പറഞ്ഞ് മലയോടെല്ലാം ഞങ്ങൾ ഇതാ സംസാരിക്കുന്നത്. ഒന്നിച്ച് ഒരു 5-6 പേര് ഒന്നിച്ച് വന്നിട്ട് അടുത്തടുത്ത് നിന്ന് വെട്ടുവാണെങ്കിൽ നമുക്കൊരു ഭീതി കൂടാതെ വെട്ടാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. സർക്കാരിൻ്റെ കുറേ സഹായം വ്യവസായത്തിലേക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന് ഒരു തടയിടാൻ ഒന്നിരുന്ന് കൂടി വെക്കുവോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അതേസമയം വനപാലകരുടെ പരിശോധന ശക്തമാക്കിയതിനൊപ്പം പ്രദേശത്ത് ഡ്രോൺ നിരീക്ഷണവും ആരംഭിച്ചു. എസ്റ്റേറ്റ് മേഖലയിലെ കുറ്റിക്കാടുകളും മറ്റും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ചാൽ കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.